നമസ്കാരം. ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോണ റെസിപ്പി ടൊമാറ്റോ റൈസ് ആണ്. എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടത് നമുക്ക് നോക്കാം അല്ലേ. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ഇനം ബിരിയാണി അരിയാണ്. 1 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് തക്കാളി, ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഇതിനായിട്ട് 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് 2 തക്കാളിയും ചെറുത് 1 ചെറിയ ഉള്ളി ഒരു 10 എടുത്തിട്ടുണ്ട്. പച്ചമുളക് 2, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി തുടങ്ങാം അല്ലേ. ആദ്യം സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഏകദേശം പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ചെറിയ ജീരകം അല്പം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, കറിവേപ്പില ഇവ യഥാക്രമം ചേർത്ത് നമുക്ക് കടുക് വറുത്തെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളിയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ ഉള്ളിയിൽ അല്പം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ. ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, അതായത് ഗരം മസാല, അതും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൊടികളൊക്കെ മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അരച്ചെടുത്ത തക്കാളി ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറിനും കൂടെ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ കായപ്പൊടി അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏറ്റവും അവസാനം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയും കിട്ടാറുണ്ട്. നെയ്യും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മസാല സൈഡുകളിലേക്ക് ഒന്ന് നീക്കി വെക്കാം. എന്നിട്ട് ചട്ടിയുടെ നടുക്കായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക സാവധാനം. യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ചേർക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്കിത് അടച്ചു വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. രുചികരമായ ടൊമാറ്റോ റൈസ് റെഡി. നിങ്ങളാരും ഇപ്പോൾ പോരുതേ. പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനായിട്ട് മറക്കണ്ട. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് കാണാം.